സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയ്ക്കെതിരെ ജി സുധാകരൻ നടത്തിയ ജാതി അധിക്ഷേപ പരാമർശം രാഷ്ട്രീയ ആയുധമാക്കാൻ സിപിഐഎം പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും നേതാക്കളെയും കടന്നാക്രമിക്കുന്ന ജി സുധാകരന്റെ നിലപാടിൽ കടുത്ത പ്രതിഷേധമാണ് പാർട്ടിക്കുള്ളിലുള്ളത്. സുജാതയ്ക്കെതിരെ നടത്തിയ വ്യക്തി അധിക്ഷേപത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, വോട്ടെടുപ്പിന് മുമ്പുള്ള അവസാന മണിക്കൂറുകളിൽ ഈ പ്രചാരണ രംഗത്തെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് പുതിയൊരു വിവാദം കൂടി എത്തുകയാണ്. ജി സുധാകരന്റെ പരാമർശം അതെങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുണ്ട് ഇടതുമുന്നണി? ഇതിനെ എങ്ങനെ നേരിടാനാണ് മുന്നണി ആലോചിക്കുന്നത്? അത് പ്രചാരണത്തിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? അർജുൻ മട്ടന്നൂർ. വോട്ടെടുപ്പിന് മുൻപുള്ള അവസാന മണിക്കൂറുകളിലാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയ്ക്കെതിരെ ഒരു ജാതി അധിക്ഷേപം വന്നിരിക്കുന്നത്. ഇതിനെ കരുതലോടുകൂടി തന്നെ പ്രതികരിക്കാനാണ് ഇപ്പോൾ നേതാക്കളുടെ നീക്കം. മാത്രവുമല്ല, സുധാകരനെതിരെ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനും അവസാന മണിക്കൂറുകളിലും കൃത്യമായ പ്രചാരണം നടത്താനും CPM തീരുമാനിക്കുന്നുണ്ട്. അതേസമയം ജി സുധാകരനെതിരെ പ്രകോപനപരമായ യാതൊരു പ്രസ്താവനകളും നടത്തരുത് എന്ന് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അവസാന മണിക്കൂറുകളായതുകൊണ്ട് തന്നെ അത്തരമൊരു കരുതൽ വേണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ജി സുധാകരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അടക്കം നടത്തുന്നതിൽ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധം പുകയുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലം വരെ പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന, പതിറ്റാണ്ടുകളായി പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന ഒരു മുതിർന്ന നേതാവ് ജാതി അധിക്ഷേപം നടത്തുന്നു. മാത്രവുമല്ല, ഭുവനേശ്വറിന്റെ രക്തസാക്ഷിത്വത്തെ അടക്കം തള്ളിപ്പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലൊക്കെ തന്നെ പാർട്ടി വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥത പുകയുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച പ്രതികരണത്തിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് നടപടികളിലേക്കും സ്വാഭാവികമായും പാർട്ടി കടക്കുക എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ അവസാന മണിക്കൂറുകളിൽ ഈ അമ്പലപ്പുഴ എങ്ങനെ നിലനിർത്തുക, അത് ഒരിക്കൽ പോലും തോൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് അണികൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. MV ഗോവിന്ദൻ തന്നെ നേരിട്ട് ആലപ്പുഴയിലെത്തി ഇക്കാര്യങ്ങൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവസാന മണിക്കൂറുകളിലും അമ്പലപ്പുഴ നിലനിർത്തുക എന്നത് ഒരു അഭിമാന പ്രശ്നമായി തന്നെ CPM കാണുകയാണ്. ശരി, അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ജി സുധാകരന്റെ പരാമർശം രാഷ്ട്രീയ വിഷയമാക്കുക, അത് ചർച്ചയാക്കുക, അതിനൊപ്പം തന്നെ നിയമ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളത് കൂടിയാണ് CPIM ആലോചിക്കുന്നത്.